ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സാരി ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചധിക ദിവസമായി സാരി എൻ്റെ കൈ വന്നിട്ട് കസ്റ്റമർ മറന്നു പോയിരിക്കുമായിരുന്നു സാരി. അപ്പോൾ ഞാൻ ലൈനിങ് വാങ്ങിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് തയ്ച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ലൈനിങ് ഒക്കെ എടുത്തു. ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. 45 ലെങ്ത് വേണ്ടത്. അപ്പോൾ ഞാനൊരു 46 ലെങ്ത് വേണ്ടത്. ഞാനൊരു 44 ലൈനിങ് ഇട്ടിട്ടുണ്ട്. 2 ഇഞ്ച് കുറച്ചാൽ മതി കേട്ടോ, കൂടുതൽ കുറയ്ക്കേണ്ട. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. ഇച്ചിരി ലോങ് ടോപ്പ് ആകുമ്പോൾ ഇച്ചിരി ലൈനിങ് വേണം. അപ്പോൾ ലൈനിങ് എല്ലാം എടുത്ത് അതിൻ്റെ അളവെല്ലാം കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഒരു 7.5 ഇഞ്ച് ഷോൾഡർ എടുത്തു. ഷോൾഡറിൻ്റെ അടുക്കിന്ന് നമ്മൾ താഴെ പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വിട്ട് വേണമല്ലോ, അതൊരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3.5 ഇഞ്ച് വരുമ്പോൾ അതൊരു 4 ഇഞ്ചൊക്കെ ആയി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3.5 ഇഞ്ച് എടുത്തു. 3.5 ഇഞ്ച് എടുത്തതിൽ താഴോട്ടൊരു ചെറിയൊരു സ്ക്വയർ പോലെ വരച്ചിട്ട് നമുക്ക് വീനെക്കാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു സ്ക്വയർ പോലെ വരച്ചിട്ടു. ഞാൻ നമ്മുടെ കശക്കുഴിയുടെ ആ ഒരു ഭാഗം 6.5 എടുത്തേക്കുന്നത്. അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് കണക്കാക്കി മേലോട്ട് വരച്ചിട്ട് ഒരു 1/2 ഇഞ്ച് താഴോട്ടും ആക്കി വരച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി, ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അവിടത്തേക്ക് വേണ്ടി ഒരു 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് വേണം വെട്ടേണ്ടത്. എന്നിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒരു 1/2 ഇഞ്ച് താത്ത് വേണം നമ്മൾ വെട്ടി മാറ്റേണ്ടത് കേട്ടോ. ആ ഒരു ലെവലിന് പോരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും ആ ഭാഗത്ത്, കശക്കുഴി ഭാഗത്ത്. ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് വേണ്ടത് ഒരു 11.5. അപ്പോൾ നമ്മൾ 11.5 എടുത്തിട്ട് അവിടുന്ന് താഴോട്ടൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു 7.5 എടുക്കേണ്ടത്. 7, 7.5 ഈ ഒരു അളവിൽ വേണം. 7, 7.5, 6, 6.5 ഈ മാക്സിമം ഈ അളവിൽ വേണം ഷേപ്പ് കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത്. ഇത് ഇച്ചിരി വിട്ട് സൈസുള്ള ഒരാളുടെ ആയതുകൊണ്ട് 7.5. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് കശക്കുഴിയുടെ അവിടെ പോകും, അതുകൊണ്ട് 7 ഇഞ്ച്. അവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത്. ഇവിടുന്ന് എനിക്കൊരു 10.75 വേണ്ടത്. അപ്പോൾ ഞാൻ 10.75 മാർക്ക് ചെയ്ത് എന്നിട്ട് സ്ലിറ്റ് എനിക്ക് 14 വേണ്ടത്. 14 എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് കശക്കുഴിയുടെ അവിടുത്തെ കട്ടിങ് പോകുന്നത് കൊണ്ട്. എന്നിട്ട് അവിടുത്തെ ഹിപ്പിൻ്റെ എനിക്ക് അളവ് വേണ്ടത് 12. അപ്പോൾ ഞാൻ ആ 12 അളവ് ഇട്ടിട്ട് 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടി. 1.5 ഇഞ്ച് ഇട്ടാൽ മതി, കൂടുതൽ ഇടണ്ട. അപ്പോൾ നമ്മൾ പിന്നെ കട്ട് ചെയ്യാനൊക്കെ നടക്കും. അതുകൊണ്ട് ഞാനിതുപോലെ ഷേപ്പ് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എംബ്രോയ്ഡറി അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് സ്ലിറ്റ് താഴോട്ടുള്ളത് ഒരു സ്കെയിൽ വെച്ച് നീളത്തിൽ വരച്ച് അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്നവർക്കൊക്കെ ഏകദേശം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പിന്നെ അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഞാനിപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. വലിയ പാടും കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് സാരി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിലൊരു ക്യാൻവാസ് എടുത്തിട്ട് 3.5 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു അളവ് 3.5 അല്ലേ. അപ്പോൾ നമുക്കൊരു 3.5 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് ഞാനതൊരു സ്ക്വയർ പോലെ, എനിക്ക് 5.75 കഴുത്തിൻ്റെ ലെങ്ത് വേണ്ടത്. ഞാനൊരു 6.25 കഴുത്തിൻ്റെ എടുക്കുന്നത്. കാരണം മേളത്തെ തയ്യൽ തുമ്പും കൂടെ കട്ട് ചെയ്ത് പോകുമല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് 6.25 എടുത്തേക്കുന്നത്. അതൊരു സ്ക്വയർ പോലെ വരച്ചിട്ട് നമ്മൾ വീനെക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കസ്റ്റമർക്ക് വീനെക്ക് മതിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ വീനെക്കാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊരു വി പോലെ വരച്ചെടുക്കുക. ഇങ്ങനെ കോണിച്ചൊരു വി പോലെ വരച്ചിട്ട് നമ്മൾ ആ ഒരു ലെവലിന് നമ്മൾ വി തയ്ക്കരുത്. നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്ത് വേണം വി എടുക്കേണ്ടത്. പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു നടുഭാഗം ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അളവെടുത്തിട്ട് അതിൻ്റെ നടുഭാഗം വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഇത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, നമ്മളൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. കാരണം എവിടെ വെച്ച് നടുഭാഗം വരുമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ടൊന്ന് കുഴിച്ചൊന്ന് വി പോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണം നമ്മൾ ചെന്ന് അവസാനിക്കേണ്ടത് കേട്ടോ. എങ്കിലേ നമുക്ക് അവിടെ ചെല്ലത്തുള്ളൂ. നമ്മൾ ഈ കുഴിച്ച് വെട്ടുന്ന എല്ലാ ലെവലിനും മേലോട്ട് കയറി പോകരുത്. നമ്മളിങ്ങനെ ഒന്ന് വളച്ച് കൊടുക്കുക. വളച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് ഇതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടുക്കുക. അപ്പോൾ നമുക്ക് ഞാനിതുപോലെ എക്സ്ട്രാ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഞാനിതിപ്പം നമ്മുടെ ആ ഒരു മേൽഭാഗം ഞാൻ അത്രയും ഗ്യാപ്പിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് തുണിയിൽ വെക്കുമ്പോൾ നമ്മുടെ തുണി ഇത് ക്യാൻവാസ് അങ്ങോട്ടും
ഇങ്ങോട്ടും പോകത്തില്ല, ഒറ്റ ലെവലായിട്ട് തന്നെ നമുക്കിരിക്കും. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ എക്സ്ട്രാ മേളിൽ ആ അത്രയും വീതിക്ക് ഇട്ടിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം നമ്മൾ തയ്ച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കിടക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല. ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മളിതൊന്ന് അയൺ ചെയ്ത് വെച്ച പീസാണ് കേട്ടോ. അയൺ ചെയ്തിട്ട് ഞാൻ ഇത് ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തുണിയെല്ലാം തയ്ച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തുണിയെല്ലാം തയ്ച്ചത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നെക്കിനൊരു ചെറിയ ബീഡ്സ് അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഓക്കെ, ബൈ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.